ചായ. ഏതെങ്കിലും ഒരു വീട്ടുകാർ ഒരു പശുക്കിടാവിനെ വാങ്ങിച്ച് വളർത്തി അതിന് പുല്ലും വൈക്കോലും കാടിവെള്ളം എല്ലാം കൊടുത്ത് വളർത്തി അത് പ്രസവിച്ച് കഴിഞ്ഞ് ഏതെങ്കിലും കറവക്കാരനെ നിർത്തി പാല് പിരിഞ്ഞ് ആ പാല് സൊസൈറ്റി കൊണ്ട് കൊടുത്ത് ആ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് പാൽ ഓൾറെഡി വീട്ടിലെത്തും. അപ്പോൾ പാലിൻ്റെ കാര്യം ഓക്കെ. ഇനി ചായക്ക് വേണ്ടത് പഞ്ചസാര. ഏതെങ്കിലും കണ്ടം കൊയ്ത് മറിച്ച് അവിടെ കരിമ്പിൻ്റെ തണ്ട് കൊണ്ട് നട്ട് ആ കരിമ്പ് വളർന്ന് വലുതായി ആ കരിമ്പ് ഫാക്ടറി കൊണ്ട് അവിടെ നിന്ന് അരച്ച് പിഴിഞ്ഞ് പഞ്ചസാരയാക്കി അത് പലചരക്കട വഴി വന്ന് അവിടെ നിന്ന് പോയി നമ്മൾ 1 കിലോ വാങ്ങിച്ച് വീട്ടിൽ വരുന്നു. അങ്ങനെ പഞ്ചസാരയും ഓക്കെ. പിന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാനം നോക്കുന്ന ആളെ വിളിച്ച് കിണറിൻ്റെ സ്ഥാനം കണ്ട് അവിടെ പണിക്കാർ നിർത്തി കുഴിച്ച് അത് വെള്ളം കണ്ട് അത് കോരി മേളിലെത്തി വീട്ടിൽ കടത്തിൻ്റെ അകത്ത് കോരി വെച്ച് കഴിയുമ്പോൾ വെള്ളമായി. അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു ചായ ഉണ്ടാകുന്നത്. ആ ചായ ഉണ്ടാക്കി അവൾ കോളവാക്കി കൊണ്ടു വെച്ചിട്ട് എന്തോരം കഷ്ടപ്പെട്ട സാധനമെന്നറിയാം ചായ കൊണ്ട് വെച്ചിരിക്കുന്നു. ഇതേവരെ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും ആ ഭായ് എന്തായി ഇതുവരെ റെഡി ആയില്ലേ? ഞാൻ ഇതിലെന്നാ ഇതുപോലെ ഈ മുണ്ടൊക്കെ മാറ്റിട്ട് ഒരു പാന്റ് എടുത്തിട്ടുണ്ട് വന്നേ. എടി എന്തിന് ലൈവ് അല്ലേ പോകുന്നത്? നമ്മുടെ ഇങ്ങോട്ടേ വരത്തുള്ളൂ, താഴോട്ട് വരത്തില്ല. എന്നാലും ആ ഹെൽത്തുകാരെല്ലാരും കാണുന്നതല്ലേ, എത്ര മനുഷ്യരുണ്ടാവണതാ. എടി ലൈവ് ചെയ്യുന്ന എല്ലാവരുടെയും മേളിലേക്കുള്ള ഇത്രയൊക്കെ കാണത്തുള്ളൂ, അകത്തോട്ട് എന്നാന്ന് പോലും ആർക്കും അറിയില്ല. അത് കാണത്തില്ല, ഇങ്ങനെ ഇരുന്നാ മതി. ഞാൻ സമയമായി സെറ്റ് ചെയ്തു, റെഡി ആയിക്കോട്ടാ. ഈ സാധനം എടുത്ത് ചുമ്മാ വെറുതെ കഴുത്തിലിട്ടോ. ഓണാക്കട്ടെ, ഒന്ന് നല്ല സന്തോഷമായിട്ടൊക്കെ ഞാൻ സന്തോഷവാനാണല്ലോ. സ്റ്റാർട്ടായേ. ഹലോ ഹായ്. എന്നത് എന്നൊന്നും വരാത്ത ആരും വരുന്നില്ലല്ലോ. സ്റ്റാർട്ടായല്ലോ, ലൈവ് ദേ കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒന്നും ആൾക്കാർ വരാത്തത്. നീ ഡോക്ടർ കുൽക്കർണി എന്ന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്? കുൽക്കർണി എന്ന് തന്നെ ഇട്ടത്. ഒരാഴ്ചയായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ മൊത്തം പരസ്യം ചെയ്തോണ്ടിരിക്കുവായിരുന്നു. എന്റെ പഴയ ഫോട്ടോ വല്ല ആയിരിക്കും പഴയതല്ല, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനെയാണ്, ആള് വരണ്ടാണല്ലോ. ആളും വരുന്നില്ല. നോക്കട്ടെ ഒരാൾ വന്ന് രതീഷ് ആണേ. രതീഷ് ഞാൻ MBA വായിക്കട്ടെ. ഞാൻ MBA കഴിഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് കുറേ നാളുകളായിട്ട് ഞാൻ ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒരു ജോലിയും കിട്ടുന്നില്ല. അത് കാരണം വളരെയധികം മാനസിക പ്രശ്നത്തിലാണ്. എനിക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല ഡോക്ടർ, അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഉണ്ടല്ലോ. രതീഷേ, ഞാൻ ഡോക്ടർ കുൽക്കർണി. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് ഉറക്കവും കിട്ടുന്നില്ല, ജോലിയുമില്ല, അതിൻ്റെ മാനസികമായൊരു പ്രശ്നമാണിത്. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു നമ്പർ പറഞ്ഞു തരാം. ആ നമ്പർ പറഞ്ഞിട്ട് അത് എഴുതിയെടുത്തിട്ട് അത് വിളിച്ചിട്ട് താൻ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതിനുള്ള പരിഹാരം ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ? എടി, അവൻ്റെ പ്രശ്നമല്ല, അവന് ജോലിയില്ല, പിന്നെ അവന് ഉറക്കവും ഇല്ല. നമുക്കിവിടെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടോ? അവന് ജോലി, ഉറക്കമില്ലാത്തവനെയാണ് നമുക്ക് അവിടെ ആവശ്യം. അപ്പൊ ആ 2 കാര്യത്തിന് അവനെ അങ്ങോട്ട് അപ്പോയിന്റ് ചെയ്യാം. ഒരാള് വന്നിട്ടുണ്ടേ. എന്താണ് ഡോക്ടർ ഒരു പാട്ട് പാടുമോന്ന്? അയ്യോ, ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എങ്കിലും എൻ്റെ ഒരു ചിലപ്പോൾ എൻ്റെ ഒരു പാട്ടായിരിക്കും അവരുടെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നത്. തീർച്ചയായിട്ടും ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുന്നതാണ്. ഉണ്ണീ വാവോ വാവേ വാവോ. ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. എന്താണ്? മതി നിർത്തിക്കോ, അധികം മെഴുകണ്ടാന്ന്. അതെ, അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്. ഡോക്ടറിന്റെ അടുത്ത് നിൽക്കുന്ന സുന്ദരിയായ കുട്ടി മോളാണോന്ന്. അത് എൻ്റെ അമ്മയാണ്. ഇത് കംപ്ലീറ്റ് മേക്കപ്പ് ആണ്. വെച്ചിട്ട് പോടാ. അതിനാണോ നീ ലൈവിൽ വന്നത്? ഒരടുത്ത ഉണ്ടെങ്കിൽ വായിരു. അടുത്ത ഒരാൾ വന്നിട്ടുണ്ടേ. ആണാണോ പെണ്ണാണോ? സരള ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് സരളേ, മറ്റേ ചുരുണ്ട മുടിയുള്ള സരളയല്ലേ? ഞാൻ ഓർക്കുന്നുണ്ട്. ഓക്കെ. ഡോക്ടറെ 2 മാസത്തിന് മുമ്പ് ഞാൻ ഡോക്ടറെ കാണാൻ വന്നിരുന്നു. 2 മാസത്തിന് മുമ്പ്? ഞാൻ ഓർക്കുന്നുണ്ട്. ഡോക്ടറെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സന്തോഷമായ കാര്യം ആദ്യം ഡോക്ടറാണ് അറിയേണ്ടത്. പറഞ്ഞോളൂ, എന്താണ് ആ സന്തോഷമുള്ള കാര്യം?
2 മാസം ഗർഭിണിയാണ്. വെരി ഗുഡ്. മതി ഈ ലൈവ്. എന്നാ എന്തായി പറഞ്ഞതിന്റെ അർത്ഥം? അല്ല, അവര് 2 മാസം ഗർഭിണിയാന്നല്ലേ പറഞ്ഞു. അതിനെന്നാ കുഴപ്പമില്ല. അവള് 2 മാസം ഗർഭിണിയാണെങ്കിൽ നിങ്ങൾ ഇത്ര സന്തോഷിക്കേണ്ട കാര്യം എന്താ? ഇടി, ഒരു പേഷ്യന്റ് വന്ന് ചികിത്സയ്ക്ക് ആവശ്യപ്പെടുമ്പോ അവരെ ചികിത്സിച്ച് മാറ്റി കൊടുക്കുന്നല്ല. നിങ്ങൾ സരളിയായിട്ട് എന്തോ ബന്ധമുണ്ട്. എന്റെ കരളെ ഞാൻ ഒന്ന് പറഞ്ഞു കേക്ക്. കരളെന്ന് പറഞ്ഞ നിന്നെയാണ് വിളിച്ചത്. സത്യമായിട്ടും അവരൊരു ഒരു പേഷ്യന്റ് മാത്രമാണ്. 2 മാസത്തിന് മുമ്പ് അവൾ ഇവിടെ വന്ന് 2 മാസം ഇപ്പോൾ അവള് ഗർഭിണിയാ. അതുമായിട്ട് എന്ത് ബന്ധമായിരിക്കും? ഞാൻ ഇവിടെ ഇരിക്കുന്നു, അവൾ അവിടെ ഇരിക്കുന്നു. എന്നെ ചതിക്കാൻ നോക്കണ്ട. എന്തിനാ സാറല്ലേ നീ ഈ സമയത്ത് വിളിച്ചത്? നീ ഇപ്പൊ ഇന്നത്തെ കാര്യം പോക്കാം. അകത്തോട്ട് എന്നാ കുനിച്ചിരുത്തിയിരിക്കും. ഡോക്ടർ കുൽക്കർണി. ഓ, ഡോക്ടർ കുൽക്കർണി ഞാനാണ്. നമസ്കാരം ഡോക്ടറെ. വാ, പറഞ്ഞു. ഈ 25 വർഷമായിട്ടേ ഓ, പുകവലി, ആ. ഭയങ്കര പുകവലിയാ, ചെയിൻ സ്മോക്കറാണ്. ഓ, അയാളുടെ ആ പുകവലിയിൽ നിന്ന് അയാളൊന്ന് രക്ഷിക്കാനായിട്ട് വല്ല മാർഗമുണ്ടോ? ഞാൻ പിന്നെ എന്തിനാ അവിടെ ഇരിക്കുന്നത്? 25 വർഷമല്ല 50 വർഷമായ പുകവലിയാണെങ്കിലും ഞാൻ ചികിത്സിച്ച് അത് മാറ്റി കൊടുത്തിരിക്കും. ഇതുപോലെ തന്നെ 30 വർഷമായിട്ട് മദ്യപാനത്തിന് അടിമയായ ഒരു വ്യക്തി അതിൽ നിന്ന് വിടുതൽ ചെയ്യാൻ ഡോക്ടർക്ക് കഴിയുമോ? 30 വർഷമായിട്ട് മദ്യപാനത്തിന്. അതെ. എന്റെ സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ സിഗരറ്റ് വലി 25 പറഞ്ഞത്, ഇത് 30. ഇതൊന്നും ഒരു വിഷയമല്ല. എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും എന്റെ ചികിത്സയിലൂടെ അതെല്ലാം ഞാൻ മാറ്റിക്കൊടുക്കും. ആയിക്കോട്ടെ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. 25 വർഷമായിട്ട് സിഗരറ്റ് വലിയും 30 വർഷമായിട്ട് ഈ മദ്യപാനം കൊടുക്കും. ഈ നാറി ഏതാ? അവനിങ്ങോട്ട് വിളിച്ചേ. ആ നാറി ഞാൻ തന്നെയാണ്. താനോ? താനാണോ അപ്പൊ 25 വർഷമായിട്ട് സിഗരറ്റ് വലിയ 30 വർഷമായിട്ട് വെള്ളപടിയായിട്ട് നടക്കുന്നത്? അതെ. ഇത്രയും വർഷത്തായിട്ട് ഈ പുകവലി ഇത് എങ്ങനെയാ ശീലിച്ചത്? സാറേ ഒന്നും പറയട്ടെ, 4ാം ക്ലാസ്സിൽ തുടങ്ങിയ പുകവലിയാണ് എൻ്റെ. 4ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ കടലാസ് ഉരുട്ടി വലിക്കുമായിരുന്നു. ഒരു 6ാം ക്ലാസ് ഒക്കെ ആയപ്പോ ഞാൻ ചന്ദനത്തിരി കത്തിച്ച് വലിക്കാൻ തുടങ്ങി. പിന്നെ ഒരു 10ാം ക്ലാസ് ഒക്കെ ആയപ്പോ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് മോഷ്ടിച്ചിട്ട് ഞാൻ ബീഡി വാങ്ങി. അങ്ങനെ തുടങ്ങിയ ബീഡി വലിയ 25 വർഷമായിട്ട് 25 വർഷമായിട്ട് ഈ ബീഡി വലി എന്നെ കൊണ്ട് നിർത്താൻ സാധിച്ചിട്ടില്ല. അത് ഞാൻ സിമ്പിൾ ആയിട്ട് നിർത്തി. ഈ ബീഡി ഞാനും തമ്മിൽ ഭയങ്കര ആത്മബന്ധമുണ്ട് സാറേ. എനിക്ക് അങ്ങോട്ട് കളയാൻ തോന്നുന്നില്ല എന്റെ മനസ്സിൽ. അത് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നതാണ്. പക്ഷെ ഇത് ഞാനങ്ങ് നിർത്തി തന്നാ കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല, നിർത്തി തന്നാ പോലെ. ഞാൻ ഡോക്ടറെ കാണാൻ വന്നേക്കുന്നത്. താൻ ഈ ബീഡി ഒരു കാര്യം ചെയ്യും. ഈ വേസ്റ്റ് കൊട്ടയില്ലേ, ഇതിന്റെ അത്തേക്ക് ഇട്ടേരി. ഇടല്ലേ? ഓട്ടിട്ട് എന്റെ ചങ്ക, ഇനി നമ്മൾ തമ്മിൽ കാണൂലട്ടാ. നിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം. അങ്ങോട്ടിട്ടു. ഓക്കേടാ, ബൈ ബൈ. ഇട്ടില്ലേ? ഇട്ട്. ഇങ്ങോട്ട് നോക്ക്. ഇപ്പം ബീഡി വലിക്കാൻ തോന്നുന്നുണ്ടോ? ആ ഒരു ടെൻഡൻസി മാറി കിട്ടിയില്ലേ? ചെറിയൊരു രീതിയിൽ അങ്ങോട്ട് മാറി. ചെറുതല്ല, പൂർണ്ണമായിട്ടും അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ബീഡി വലിക്കണമെന്ന് തോന്നലേ ഇപ്പൊ വരുന്നില്ലല്ലോ. ബീഡി വലിക്കാനുള്ള തോന്നൽ വരുന്നില്ല. പോയില്ലേ? പോയി. അതാണ് എന്റെ ചികിത്സ. പക്ഷെ അത് പറഞ്ഞിട്ടും തന്റെ മുഖം അങ്ങോട്ട് ഒന്നും തെളിയുന്നില്ലല്ലോ. എന്താ സാറേ, ഒന്നാലോചിക്കുമ്പോ ഭയങ്കര വിഷമമുണ്ട്. എന്താ അത്? കാരണം കണ്ണൂരില് ഒരുപാട് ബീഡി തൊഴിലാളികള്, സത്യം, അവര് ബീഡി നിർത്തിട്ടാണ് ഈ ബീഡി ഉണ്ടാക്കുന്നത്. ഇഷ്ടം പോലെ തൊഴിലാളികൾ കണ്ണൂർ ഭാഗത്ത് ബീഡി തീർക്കുന്നത്. അപ്പൊ എന്നെ പോലുള്ള ഒരാള് ബീഡി കത്തിച്ച് വലിച്ച് പുക വിടുമ്പോഴാണ് അവരുടെ അടുപ്പ് പുകയുന്നത്. അപ്പൊ ഞാനിത് നിർത്തിക്കഴിഞ്ഞാല് അവര് പട്ടിണിയാവൂലേ സാറേ? അപ്പൊ അവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാനൊരു ബീഡി കത്തിക്കട്ടെ. ഓ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ അല്ലേ? സാരമില്ല, ഒരെണ്ണെടുത്ത് കത്തിച്ചോ. കത്തിച്ച് വലിച്ചോട്ടെ? വലിക്കണ്ട, കത്തിച്ചാ മതി. കത്തിച്ച് അങ്ങോട്ട് കളയുക. കളഞ്ഞു കഴിയുമ്പോൾ അത് അവിടെ കിടന്ന് പുകയുമല്ലോ. അന്നേരം അവരെ അടുപ്പും പുകഞ്ഞോളൂ. അല്ലാതെ അത് വേണ്ട കേട്ടോ. അപ്പൊ അത് ഏകദേശം ആ കാര്യം ഏകദേശം ഓക്കെ. ഇനിയിപ്പോൾ ഉള്ളത് മദ്യപാനമാണ്. മദ്യപാനം 30 വർഷം. ഇതിനെക്കാട്ടിലും 5 വർഷം മുമ്പേ തുടങ്ങിയത്. എന്റെ പൊന്നൊന്നും പറയണ്ട. അതെങ്ങനെയാ തുടങ്ങിയത് സാറേ? നാട്ടിൻപുറത്തൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലേ ഫസ്റ്റ് ആദ്യം അവൻ എന്താ കൊടുക്കുന്നത്? ആദ്യം കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ 28ന്റെ അന്ന് ഫാനിട്ട പറന്നു പോകുന്ന ഒരു ചെറിയ മോതിരം വാങ്ങിച്ചു കൊടുക്കും. ഇനി അതുമല്ല, അടുത്ത ബന്ധുത്വപ്പെട്ടതാണെങ്കിൽ ഒരു നൂല് പോലത്തെ ഒരു വള വാങ്ങിച്ചു കൊടുക്കും. അത് കുഞ്ഞിങ്ങനെ നിലത്തടിക്കുന്നതിന് മുമ്പേ അത് ഊരി എടുത്തോണം, അല്ലേ അതും ചളങ്ങി പോകും. അതാണ് ആദ്യം കൊടുക്കാറുള്ളത്. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ നാവില് നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കും. ഓ, അത് തേനും വയമ്പും നാവിൽ ചൂടും. അതാണ് നാവിലെ തേനും വയമ്പും പോലെ. അതെ അതെ. എന്നാ എനിക്ക് തന്നത്, നാവിൽ തൊട്ട് തന്നത് മദ്യമാണ്. ആര് തൊട്ട് തന്നത്? എന്റെ അച്ഛൻ. അന്ന് തുടങ്ങിയതാണ് ഞാനും മദ്യവും തമ്മിലുള്ള ബന്ധം. അന്ന് തുടങ്ങിയിട്ട് ഇത്ര നാളുമായിട്ട് മദ്യം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കരളൊക്കെ പോയി സാറേ. പോയി കാണും. തന്റെ കരളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇപ്പൊ ഉണങ്ങി ചുരുണ്ടിട്ട് ഉണക്കമുന്തിരി പോലെ ആയി കാണും. അതൊക്കെ എനിക്കറിയാം, ആയിട്ടുണ്ടാവും. സാർ അതിനെ ചികിത്സിച്ച് ഒരു അണ്ടിപ്പരിപ്പ് പോലെങ്കിലും ആക്കി തരണം. അണ്ടിപ്പരിപ്പാക്കി തരാം. തരണം. ഞാനല്ലേ പറയുന്നത്.
മുന്തിരിയെ ചികിത്സിച്ച് അണ്ടിപ്പരിപ്പാക്കണം. അതെ. ഞാൻ ഏറ്റു. താൻ ആ മദ്യം ഇങ്ങെടുത്ത്. മദ്യം മദ്യം കൊണ്ടുവന്നിട്ടുണ്ടോ? മദ്യമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ആ വേസ്റ്റ് കൊട്ടയിലേക്ക് ഇട്ടെ. അല്ല സാറേ, ഇത് സാധാരണ മദ്യമല്ല. അതിന്റെ മദ്യത്തിന് അങ്ങനെ പ്രത്യേകതകളുണ്ടോ? പ്രത്യേകതകളുണ്ട്. എന്താ അത്? ഈ മദ്യം ദോഷം ചെയ്യുന്ന ഒരു മദ്യമല്ല. മദ്യം എല്ലാം ദോഷപാടൂ. ഏയ് സാറിന് അതങ്ങനെ തോന്നുന്നതാണ്. സാറേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഒരു പേരക്ക് കഴിച്ചാൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ? പേരയ്ക്ക നല്ലതല്ലേ, വൈറ്റമിൻ അല്ലേ, നല്ല സാധനമല്ലേ. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഒരു ഏലക്ക് കഴിച്ചാൽ നമുക്ക് ദോഷം ചെയ്യുമോ? ഏലക്ക എന്ന് പറഞ്ഞാല് പല പല മരുന്നിന്റെ അകത്തും ആഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ഏലക്ക. ആ. ഏലക്ക ഒരു വിഷയമില്ല, നല്ലതാണത്. കരയാമ്പ് കഴിച്ചാല്? കരയാമ്പ് ബിരിയാണിക്കകത്തിട്ട് ഇന്നോ മണമെന്നറിയോ, ഉഗ്ര സാധനം. അതൊക്കെ ആയുർവേദത്തിൽപ്പെടുന്നതാണ്. ഓക്കെ അല്ലേ? നല്ല സാധനമാണ്. അങ്ങനെയാണ് ഈ ശർക്കരയോ? ശർക്കര നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ലേ. അതിന്റെ അകത്തൊന്നും പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ശർക്കര നല്ലതാണ്. ലേശം ഈസ്റ്റ് കൂടി ആയാലോ? ഈസ്റ്റ് പൊങ്ങാനായിട്ട് ഇടുന്ന സാധനമാണ്. എന്ത് സാധനം പൊക്കി എടുക്കുന്നതാണ് ഈസ്റ്റ്. ഈസ്റ്റ് യാതൊരു കുഴപ്പമില്ല, നല്ല സാധനം. ഈ വക സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് വാറ്റിയെടുത്തേക്കുന്ന ഒരു ദ്രാവകമാണത്. അപ്പൊ ഇതെങ്ങനെ മനുഷ്യ ശരീരത്തിന് ദോഷം ചെയ്യും? ഞാനതല്ലേ ചോദിക്കുന്നത്. ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ഇത്ര നല്ല സാധനമൊക്കെ ഇട്ട് വാറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ അത് മോശമാണെന്ന് പറയുന്നത് എന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ എന്തിട്ട് വാറ്റിയാലും പേര് മദ്യവും തന്നെ. അതെ. അവിടെ കാണും ദൂഷ്യം. അതുകൊണ്ട് മദ്യം എന്ന് പേര് വന്നു കഴിഞ്ഞാൽ അതേ സാധനമാണെങ്കിലും മോശമാണ്. സാധനം ഒരു കാര്യം ചെയ്യും, ആ സാധനം എടുത്ത് പൊട്ടാതെ അതിൻ്റെ അകത്തേക്ക് ഇട്ടരും. പൊട്ടരുതേ, പതുക്കെ അങ്ങോട്ട് വെച്ചാൽ മതി. എടുത്തു വെച്ചേക്കാം. അങ്ങോട്ട് വെച്ചേര്. ഇതൊക്കെ ഞാൻ മാറ്റി തരാം. പൊട്ടരുത് പൊട്ടരുത്, അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇപ്പം മദ്യപാനവും സിഗരറ്റും മാറ്റിയെടുക്കാൻ പോവാണ് തന്റെ. ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു 3 മാസം നിൽക്കണം. ഇവിടെ നിർത്തിയുള്ള ചികിത്സയാണ്. ഇവിടെ കിടത്തി നമ്മൾ ചികിത്സിച്ചെങ്കിലേ ഉള്ളൂ എല്ലാ മരുന്നും തനിക്ക് ഫലിക്കുകയുള്ളൂ. 3 മാസം ഒന്നും നിൽക്കാൻ എനിക്ക് പറ്റില്ല സാറേ. പിന്നെ ഞാൻ വന്ന് ഇന്ന് തന്നെ പോകണം. പക്ഷെ എന്റെ അസുഖം മാറിയിരിക്കണം, ഈ അഡിക്ഷൻ മാറിയിരിക്കണം. വന്നിട്ട് ഇന്ന് തന്നെ ചികിത്സ കഴിഞ്ഞ് ഇത് എല്ലാം നിർത്തിയിട്ട് അങ്ങ് പോകണമെന്നോ? എനിക്ക് പോകണം. നടക്കല് മുന്നേ ഞാൻ പോവുകയാണ്. എനിക്ക് 3 മാസം നിൽക്കാൻ പറ്റില്ല സാർ. അല്ലാതെ പെട്ടെന്ന് ചികിത്സിച്ച് രോഗം മാറ്റുക പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല. 3 മാസം ആണെങ്കിൽ ഞാൻ എന്റെ മദ്യവും ബീഡിയൊക്കെ എടുത്തോട്ടെ. എന്താ പ്രശ്നം? എന്താ? അല്ല ഞാനേ എന്റെ മദ്യപാനവും സിഗരറ്റ് ഉണ്ടായിരുന്നു. ഇതാണ് സംഭവം. അയാള് 10-25 വർഷമായിട്ട് സിഗരറ്റ് വലിക്കുന്നു, മദ്യം കുടിക്കുന്നു. പുള്ളിക്ക് ഞാൻ പറയും 3 മാസം ഇവിടെ കിടക്ക് ചികിത്സിച്ച് ഞാൻ രോഗമെല്ലാം മാറ്റിയിട്ട് വിടാന്ന് പറഞ്ഞു. പുള്ളിക്ക് അത് പോരാ, നിമിഷങ്ങൾ, അതായത് അരമണിക്കൂറിനുള്ളിൽ മാറ്റി കൊടുക്കണം. എന്റെ ഏട്ടാ, അരമണിക്കൂർ കൊണ്ട് എല്ലാ അസുഖവും മാറ്റുന്ന ഒരു ഡോക്ടർ നമ്മുടെ കസ്റ്റഡി തന്നെ ഇല്ലേ? ഡോക്ടർ സെബാട്ടി. അയ്യോ, അല്ല സെബാട്ടി ഡോക്ടർ നല്ലതാണ്, പക്ഷെ കോസ്റ്റ്ലി ആണ്. ആള് ഭയങ്കര ചെലവ് വരും. കോസ്റ്റ്ലി ആണെങ്കിൽ എന്താ, 100% റിസൾട്ട് അല്ലേ? എനിക്ക് പൈസ ഒരു വിഷയമല്ല, നമുക്ക് റിസൾട്ട് കിട്ടിയത് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടണം. അല്ല, ഈ പറഞ്ഞ ഡോക്ടർ അത് മാറ്റി തരുന്ന അരമണിക്കൂർ കൊണ്ട് മാറ്റി തരും. പക്ഷെ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ ഡോക്ടർ സെബാട്ടിനെ തന്നെ കാണാം. അതിലും നല്ലത് 3 മാസം ഇവിടെ കിടന്ന് ചികിത്സിച്ച് പോകുന്നതല്ലേ. സമയമില്ല സാറേ, എനിക്ക് സമയമില്ല. അരമണിക്കൂർ കൊണ്ട് മാറ്റാൻ എത്ര കാശാണ് പറയും? എത്രയാണ് അത് നമുക്ക് ചികിത്സ കഴിയുമ്പോ പറയാം. വെച്ചോ, ഇതുമായിട്ട് ഞാൻ ബന്ധമില്ല. അങ്ങനെ നിങ്ങൾ ചികിത്സിക്കുന്നെങ്കിൽ നിങ്ങളായി നിങ്ങളുടെ പാടായി. വേണ്ട, അത് കഴിഞ്ഞിട്ട് മതി. വെച്ചോ, കാശ് വെച്ചോ. എന്നിട്ട് ഡോക്ടർ സവാട്ടിനെ വിളിക്കട്ടെ. എനിക്ക് അരമണിക്കൂറിനുള്ളിൽ എനിക്ക് മാറ്റണം. എനിക്ക് ഡോക്ടർ സെബാട്ടി. ഇല്ലല്ല, ഡോക്ടർ ഇപ്പൊ വരും. ഇത് നമ്മുടെ പുതിയ പേഷ്യന്റ് ആണ്. അപ്പൊ കുറെ വർഷമായിട്ട് മദ്യപാനത്തിലും പുകവലിയിലൊക്കെ അഡിക്റ്റ് ആണ്. അപ്പം സാറിന് ഒട്ടും സമയമില്ല, അരമണിക്കൂർ കൊണ്ട് അസുഖം ഒന്ന് ഭേദമായി കൊടുക്കണം. ഇത് അരമണിക്കൂറൊന്നും വേണ്ട. നിസ്സാര പ്രശ്നമുള്ളൂ. നമ്മളെന്താ പറയുക, ഒരു തുമ്പി ഇങ്ങനെ ഒരു കല്ലെടുത്ത് ഇങ്ങനെ മാറ്റില്ലേ, അത്രേ ഉള്ളൂ. ചെറിയ സാധനം. സാർ ഉദ്ദേശിക്കുന്ന പോലെയല്ല, തീറടിക്കാരനാണ് ഞാൻ, നല്ല വലിക്കാരനുമാണ്. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ ഇത് ഞാൻ കളയും, ഇത് മാറ്റി കളയും. നിസ്സാരേ ഉള്ളു കേട്ടോ. ഒന്ന് ചെറുതായിട്ട് വാ, അതൊക്കെ ഞാൻ മാറ്റി തരാം കേട്ടോ. ഒരു ചെറിയ സംഭവം. ഇവിടെ വരേണ്ട കാശായത് അറിയോ? ഞാൻ 3 മാസം ചികിത്സിച്ചത് മാറ്റി കൊടുത്ത് വിട്ടാനത്. ഈ കാശ് ഇവിടെ തന്നെ അല്ലേ വരുന്നത്? നിങ്ങൾ ഈ 3 മാസം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരു ഈച്ച പോലും ഇങ്ങോട്ട് കയറാത്തത്. എന്നാലും ഇത് വേണ്ട, ഇതിന്റെ ആവശ്യം ഇല്ലായിരുന്നത്. അതിന്റെ ആവശ്യം കക്കാൻ തുടങ്ങി. ഇനി മുലപ്പാല് വരെയും കക്കിച്ചിട്ടേ വിടുകയുള്ളൂ. എന്തൊരു കഷ്ടമാണ്. എന്തായാലും അരമണിക്കൂർ കൊണ്ട് ഭേദമാവുമല്ലോ, അത് മതി. ഭേദമായി. കഷ്ടമുണ്ട്. ഇനി ജീവിതത്തിൽ വെള്ളം അടിക്കത്തില്ല. അത് ശരിയാ. ഒരു 90 എടുക്കട്ടെ. ഒരു 90 എടുക്കട്ടെ. ഒരെണ്ണം ചെറുതടിക്കണം. വേണ്ട സാറേ, നിനക്കൊരു ചെറുതടിക്കണം. വേണ്ട സാറേ, ഇത് ഞാൻ തൊടൂല. മദ്യം എന്ന് പറഞ്ഞ സാധനം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അലർജിയാണ് സാറേ. ഇനി ഞാൻ തൊടൂല. സിഗരറ്റാ? വേണ്ട. ഒരു 355. അയ്യോ, ഒരു 355 വേണ്ട സാറേ. എന്റെ മക്കളാണ് സത്യം. സിഗരറ്റും മദ്യം ഞാൻ എന്റെ കൈ കൊണ്ട് തൊടൂല സാറേ. തൊടൂല സാറേ. തൊടൂല സാറേ.
നല്ലൊരു ഉടുപ്പായിരുന്നു. നല്ല സംഭവം. അമ്മേ. കുഴപ്പമില്ല, ഒന്ന് വലിച്ചിട്ടൊന്ന് കറക്റ്റ് കേട്ടോ. ഓക്കെ അല്ലേ എന്നാ? എല്ലാം ഓക്കെ, എല്ലാം ഓക്കെ. ഓക്കെ. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഡോക്ടർ? അയ്യോ, അത് ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഇത് എന്റെ ആങ്ങളെയാ, ഡോക്ടറൊന്നും അല്ല. ചില സമയത്ത് ഡോക്ടറിന്റെ ഈ വേഷം ഒന്ന് അണിയും, അത്രേ ഉള്ളു. ഈ നിൽക്കുന്ന ആളില്ലേ എന്റെ ഭർത്താവ്, ചോറില് വരെ മദ്യം ഒഴിച്ച് കഴിച്ചോണ്ടിരുന്ന ആളാ. സത്യം, ഞാൻ സാമ്പാർ മീൻകറി ഒന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. കുപ്പി വാങ്ങിക്കുക, ചോറിലേക്ക് കുഴക്കി അടിക്കുകയായിരുന്നു എൻ്റെ ഒരു ശീലം. എന്റെ ആങ്ങളയുടെ ഒറ്റ പ്രയോഗം അതോടുകൂടി നിർത്തി. അപ്പൊ ശരി എന്നാ. ആയിക്കോട്ടെ. നല്ലോണം കിട്ടിയല്ലേ? കണക്കിന് കിട്ടി. കുമ്മനിടി അവൻ. ആദ്യത്തെ ഇടി ഈ അടിവേറിന് താഴെയല്ലേ? അതെ. 1.5 മാസം കഴിഞ്ഞ് ഇനി മൂത്രം പോവുള്ളൂ. അതാണ് അവന്റെ കണക്ക്. Comedy Masters.